ഞാനൊന്ന് ഫോൺ ചെയ്ത സമയത്ത് അങ്ങ് മുങ്ങിയല്ലേ? രക്ഷപ്പെട്ട് കളയാന്നാണോ? രക്ഷപ്പെട്ട് കളയാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പ്രഭാവതി തെറ്റു ചെയ്തു എന്ന് ആര് പറഞ്ഞു? നേരത്തെ ഞാൻ പറഞ്ഞു നീ ജയിച്ചു എന്ന്. അതെന്താന്ന് മനസ്സിലായില്ലേ? എനിക്ക് നിന്റെ മുറ്റത്തേക്ക് വീണ്ടും വരേണ്ടി വന്നു. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നീ ജയിച്ചു എന്ന്. വിളിക്കാതെ തന്നെ ഇപ്പതാ വീടിനകത്തേക്കും കയറി വന്നു. സോറി അരുന്ധതി ഇരിക്കേ. മക്കൾക്ക് വേണ്ടി അമ്മമാർ ശത്രുക്കളോട് യുദ്ധം ചെയ്ത് ജയിക്കേണ്ട സന്ദർഭങ്ങളുണ്ടാവും. അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി തോറ്റു കൊടുക്കേണ്ടിയും വരും. എന്റെ ഋഷിക്ക് വേണ്ടി ഞാൻ തോറ്റു തരുന്ന സന്ദർഭം ഇത്. നിങ്ങളുടെ സഹായത്തിന് വേണ്ടി നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്തിയിരിക്കുന്നു. അല്ല, ഞങ്ങള് സഹായിക്കണമെന്ന് പറഞ്ഞാ എന്റെ മകനെ കണ്ടുപിടിക്കാൻ സ്ഥലം MLAയുടെ സഹായം വേണം. പ്രതീക്ഷകളൊക്കെ അവസാനിക്കുന്ന പോലെ തോന്നിത്തുടങ്ങി. കൂട്ടുകാർക്കും അറിയില്ല പോലീസ് കൈയൊഴിയ ഈ നാട്ടിലെങ്ങും ഇല്ലാന്ന്. സ്ഥലം MLA വിചാരിച്ചാ എന്തെങ്കിലും നടക്കുമെന്നറിയണം. എനിക്ക് എന്റെ ഋഷിയെ കണ്ടുപിടിച്ചേ തീരൂ. അരുന്ധതി വിഷമിക്കണ്ട. വിഷമിക്കണ്ടെന്ന് പറയാൻ ഋഷി എവിടെയാണെന്ന് പ്രഭയ്ക്കറിയോ? അങ്ങനല്ല ഋഷി. അവനെ തിരിച്ചു കിട്ടുന്ന നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എനിക്കറിയാം അവനെ കാണാതായതില് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പ്രഭാവതി ആയിരിക്കുന്നു. ഇല്ല, ഒരിക്കലുമല്ല. എന്നോട് കള്ളം പറയണ്ട. എനിക്ക് ആ മനസ്സ് കാണാം, ആ മനസ്സിലെ സന്തോഷവും കാണാം. ഒരു ശത്രു ഒഴിഞ്ഞു പോയതിന്റെ ആശ്വാസമല്ലേ നിങ്ങളുടെ മുഖത്ത്? അയ്യോ അല്ല, നീ നേരത്തെ പറഞ്ഞു മക്കൾക്ക് വേണ്ടി അമ്മമാര് തോൽക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെയാ ഒരമ്മയുടെ വിഷമം മറ്റൊരമ്മയ്ക്ക് മനസ്സിലാവുകയും ചെയ്യും. അരുന്ധതിയുടെ വിഷമം എനിക്കറിയാം. വേണ്ട, എന്നോട് നീ സഹതാപം കാണിക്കണ്ട. എന്നോട് അനുഭാവം കാണിച്ചു എന്ന് കരുതി പഴയതൊന്നും മറക്കാൻ പോകുന്നില്ല ഞാൻ. ശത്രുത തന്നെയാ. എനിക്ക് MLA കാണണം. ഈ മണ്ഡലത്തിലൊരു വ്യക്തി എന്ന നിലയ്ക്ക് MLA കാണാനുള്ള അവകാശമുണ്ട്. അതിനാ ഞാൻ വന്നത്. ദേവിക ഇവിടെ ഇല്ല. കള്ളം പറയരുത്. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ അങ്ങനെ വെറുതെ പറയില്ല. ഒരു മീറ്റിംഗിന് പോയിരിക്കുക ദേവിക. വരാൻ താമസിക്കും. എത്ര താമസിച്ചാലും ശരി MLA കണ്ടിട്ടേ ഞാൻ പോകൂ. ആണല്ലോ. ഹലോ മാഡം. MLA അല്ലേ? ദേവിക മാഡം. എന്താ മാഡം? ഞാൻ MLAയുടെ വീട്ടിലുണ്ട്, ചന്ദ്രോത്ത്. എനിക്കൊന്ന് കാണണം. മാഡം, ഞാൻ പാർട്ടി ഓഫീസിലാ. ഉടൻ തന്നെ ഇറങ്ങും. വൈകാതെ അവിടെ എത്താം. മാഡം ഒന്ന് വെയിറ്റ് ചെയ്യാവോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ മാഡത്തിന്റെ വീട്ടിലോട്ട് വരാം. വേണ്ട, ഞാൻ വെയിറ്റ് ചെയ്തോളാം. എത്ര വൈകിയാലും ശരി MLA കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഓക്കെ മാഡം, ഞാൻ ഉടനെ എത്താം.